ഈ പ്രപഞ്ചത്തിൽ ചുറ്റും നമ്മൾ കാണുന്ന ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ അത് ഏതൊക്കെ അവസ്ഥകളിലാണ് കാണുന്നത്? ഇത് വളരെ ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നൊരു കാര്യമാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന പേരിൽ, അതായത് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ ഇങ്ങനെ വിളിക്കും. ഖരം, ദ്രാവകം, വാതകം എന്നിങ്ങനെയാണ് മലയാളത്തിൽ വിളിക്കുന്നത്. അങ്ങനെ ദ്രവ്യത്തിന് എന്തൊക്കെ അവസ്ഥകളുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരവായിട്ട് ഇതിനു പുറമെ ഫെർമി കണ്ടൻസേറ്റ്, ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ഇങ്ങനെ പല അവസ്ഥകളെയും കുറിച്ചും ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ അവസ്ഥാ വ്യത്യാസങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ദ്രവ്യം എന്ന മാറ്റർ കാണപ്പെടുന്ന അവസ്ഥകൾ എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് പരസ്പരം വ്യത്യസ്തമായിരിക്കുന്നത്, അവയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം, ഈ അവസ്ഥാ വ്യത്യാസത്തിൻ്റെ കാരണമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം റൂട്ട് നമ്മൾ അന്വേഷിച്ച് പോയാൽ നമുക്ക് കിട്ടുന്നത് ഈ ദ്രവ്യത്തെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് കണികകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് കൊണ്ടാണ് എന്നുള്ളിടത്താണ്. അതായത് ഈ യൂണിവേഴ്സിലെ എല്ലാ ദ്രവ്യവും ആറ്റോമിക് മാറ്റർ എന്നാണ് പൊതുവെ നമ്മൾ അറിയപ്പെടുന്നത്. കുറച്ചുകൂടെ ടെക്നിക്കലായിട്ടാണെങ്കിൽ അതിനെ ബാരിയോണിക് മാറ്റർ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കാലിറ്റി നമുക്ക് പോകേണ്ട. ബേസിക്കലി മാറ്റർ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഈ ആറ്റങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് പാർട്ടിക്കിൾസ്, കണികകളാണ്. ഈ ആറ്റങ്ങൾ തന്നെ പരസ്പരം കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് എന്ന് പറഞ്ഞ തന്മാത്രകളായിട്ട് മാറാറുണ്ട്. ഈ തന്മാത്രകൾ ചേർന്നാണ് ദ്രവ്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ തന്മാത്രയുടെ സ്വഭാവമാണ് ആ ദ്രവ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക മെറ്റീരിയൽ, ആ പദാർത്ഥത്തിന് അതിൻ്റെ സ്വഭാവം കൊടുക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ H2O എന്ന് പറയുന്ന ഒരു തന്മാത്ര, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നുണ്ടാകുന്ന 3 ആറ്റങ്ങളുടെ ഒരു കോമ്പിനേഷനായിട്ടുള്ള ഒരു തന്മാത്രയാണ് വെള്ളത്തിന് ആ വെള്ളത്തിൻ്റെ ഐഡൻറ്റിറ്റി കൊടുക്കുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന ദ്രാവക ജലം, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളം, അതിന് H2O എന്ന് പറയുന്ന തന്മാത്രയുടെ മാത്രം ഗുണമല്ല ഉള്ളത്. അതായത് ഐസ് എന്ന് പറയുന്ന സോളിഡ് വാട്ടറിനും സ്റ്റീം എന്ന് നമ്മൾ വിളിക്കുന്ന ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള വാതക അവസ്ഥയിലുള്ള വാട്ടറിനും, നമ്മൾ വെള്ളം എന്ന് പൊതുവെ വിളിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളത്തിനും ഒരേ തരം തന്മാത്രകളാണുള്ളത്. പക്ഷേ ഇവ വ്യത്യസ്ത അവസ്ഥകളാണെന്ന് കാണാം. അതായത് ഈ H2O എന്ന് പറയുന്ന പാർട്ടിക്കിൾസ്, ആ തന്മാത്രകളായിട്ട് ഇരിക്കുന്ന പാർട്ടിക്കിൾസ് ഏതവസ്ഥയിലാണ് ഉള്ളത്, ആ പാർട്ടിക്കിൾസിന് എത്രത്തോളം എനർജി ഉണ്ട്, ഇതൊക്കെ ചേർന്നാണ് ഇത് കാണപ്പെടുന്ന അവസ്ഥ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. ഈ ദ്രവ്യത്തെ, മാറ്ററിനെ ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടിക്കിൾസ്, അത് ആറ്റങ്ങളാകട്ടെ തന്മാത്രകളായിക്കൊള്ളട്ടെ, ചിലയിടങ്ങളിൽ ആറ്റങ്ങളും തന്മാത്രകളും അല്ലാത്ത അയോണുകൾ എന്ന് പറയുന്ന ചാർജ്ഡ് കണികകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിൽക്കുന്നത്. ഇതെന്ത് തന്നെ ആയാലും ദ്രവ്യത്തെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ കണികകൾക്ക് എത്രത്തോളം ഊർജമുണ്ട് എന്നുള്ളത് ഒരു പ്രധാന ചോദ്യമാണ്. ആ കണികകൾക്ക് എത്രത്തോളം ഊർജം അവൈലബിൾ ആണ്, അവയുടെ എനർജി എത്രയുണ്ട്, പിന്നെ ഈ കണികകൾ പരസ്പരം എങ്ങനെ ഇൻറ്ററാക്റ്റ് ചെയ്യുന്നു. ഈ വ്യത്യാസങ്ങളാണ് ഈ ദ്രവ്യം കാണുന്ന അവസ്ഥകളെ വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓരോ അവസ്ഥകളായിട്ട് എടുക്കാം. നമുക്ക് ഏറ്റവും പരിചയമുള്ള അവസ്ഥ അല്ലെങ്കിൽ മാറ്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം വരുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് സോളിഡ്സിൻ്റെയാണ്, ഖരാവസ്ഥയിലുള്ള വസ്തുക്കളാണ്. ഈ സോളിഡ്സിൻ്റെ പ്രത്യേകത, അവിടെ കണികകൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഫിക്സ്ഡ് ആണ്. അതിൻ്റെ കാരണം ഓരോ കണികയും ഓരോ പാർട്ടിക്കിളും അതിന് ചുറ്റുമുള്ള പാർട്ടിക്കിളുകളുമായിട്ട് ഒരു ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് അവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് അല്ലെങ്കിൽ തന്മാത്രാന്തര ബലങ്ങൾ നമുക്ക് അതിനെ വിളിക്കാം. അതായത് ഓരോ തന്മാത്രയും മറ്റ് തന്മാത്രകളുമായിട്ട് ഒരു വീക്ക് ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചെറിയൊരു ആകർഷണ ബലം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു വലക്കണ്ണിയിൽ ഓരോ നോഡും മറ്റ് നോഡുകളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് പോലെ ഈ സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന വസ്തുക്കളിൽ ഓരോ കണികയും മറ്റ് കണികകളുമായിട്ട് ബന്ധത്തിലാണ്. അപ്പോൾ ഈ ഒരു ബോണ്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട്, ആ ബോണ്ടിനാണ് നമ്മൾ ഇൻ്റർ മോളിക്കുലാർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അവിടെ നിൽക്കുന്നതുകൊണ്ട് ഈ കണികയ്ക്ക് മാത്രമായിട്ട് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. അപ്പോൾ ആ കണിക ഒരിടത്ത് ഫിക്സ്ഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു അനന്തരഫലമാണ് അത് സോളിഡായിട്ട് അതിൻ്റെ ഷേപ്പ് നിലനിർത്തുന്ന ഒരു വസ്തുവായിട്ട് അവിടെ നിൽക്കുന്നത്. അപ്പോൾ സോളിഡ്സിന് ഈ പറയുന്ന ഡെഫിനിറ്റ് ഷേപ്പ് നിലനിർത്താൻ കഴിയുന്നതിൻ്റെ കാരണം ഇതാണ്. അതായത് ഒരു തന്മാത്രയ്ക്ക് മാത്രമായിട്ട്, ഒരു പാർട്ടിക്കിളിന് മാത്രമായിട്ട് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. അതിരിക്കുന്ന പൊസിഷനിൽ ചുറ്റുമുള്ള എല്ലാ പാർട്ടിക്കിൾസുമായിട്ടും കണക്റ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ഈ സോളിഡ്സിന് ഊർജ്ജം കിട്ടിയാൽ, പുറത്തു നിന്നും ഇപ്പോൾ താപമോ അല്ലെങ്കിൽ ഹീറ്റ് അതിലേക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്താണ് സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ പാർട്ടിക്കിൾസിന് ഊർജ്ജം കിട്ടുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഇരുമ്പിൻ്റെ കട്ടയാണ് വിചാരിച്ചോളൂ. അപ്പോൾ ഇരുമ്പിൻ്റെ കട്ട എടുത്ത് ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ ഈ ഊർജ്ജം അകത്ത് എങ്ങനെയെങ്കിലും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം.
അതായത് അടിസ്ഥാനപരമായിട്ട് ഈ ഇരുമ്പിൻ്റെ കട്ട എന്ന് പറയുന്നത് അതിനകത്തുള്ള ആറ്റങ്ങളുടെ അറേഞ്ച്മെൻ്റാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഓരോ ആറ്റവും ഈ എനർജി വീതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ എനർജി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വെറുതെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറ്റില്ല, അതെങ്ങനെയെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ സോളിഡ്സിൽ ഈ കണികകൾ അത് ഉപയോഗിക്കുന്നത് ആ പാർട്ടിക്കിൾസ് അതിരിക്കുന്ന പൊസിഷനെ അപേക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മൾ പൊതുവെ അതിനെ ലാറ്റീസ് വൈബ്രേഷൻസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ആ ഒരു സോളിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നായിരിക്കും അതിൽ ഈ കണികകൾ എങ്ങനെ ഏത് അളവിൽ വൈബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഈ വൈബ്രേഷൻ എന്ന് എടുത്ത് പറയാനുള്ള കാരണം ഈ ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ ഈ കണികയ്ക്ക് ആ ഊർജ്ജം ചിലവാക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗ്ഗം എന്ന് പറയുന്നത് അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വൈബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം അതിൻ്റെ ഈ ഷേപ്പ് ഫിക്സ്ഡ് ആണ്. ഇനി ലിക്വിഡിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് മാറുന്നത്? ലിക്വിഡിലേക്ക് വരുമ്പോൾ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ കണികകൾക്ക് പരസ്പരമുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് താരതമ്യേന ദുർബലമാണ്. താരതമ്യേന ദുർബലം എന്ന് പറയുമ്പോൾ അത് സോളിഡ്സിനെ അപേക്ഷിച്ച് കുറവാണ്. അപ്പോൾ ഒരു മോളിക്യൂളിന് വേണമെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ആ മറ്റ് ഭാഗങ്ങളിലേക്ക് പതിയെ ഒഴുകി നടക്കാൻ പറ്റും. മറ്റുള്ള കണികകളുമായിട്ടുള്ള ബന്ധം അവിടെ ഇങ്ങനെ ഒരു വഴുക്കൻ മട്ടിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. പറഞ്ഞു വരുമ്പോൾ സോളിഡ്സിനെ അപേക്ഷിച്ച് കണികകൾക്ക് കുറച്ചുകൂടി ഊർജ്ജം ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഐസിൻ്റെ ഒരു ഉദാഹരണം എടുക്കൂ. നമ്മൾ ഐസ് കട്ട എന്ന് പറയുന്നത് ജലത്തിൻ്റെ H2O മോളിക്യൂൾസ് നേരത്തെ പറഞ്ഞതുപോലെ പരസ്പരമുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ്, ആ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഹൈഡ്രജൻ ബോണ്ടുകൾ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം കെമിക്കൽ ബോണ്ടിൻ്റെ സ്വഭാവത്തിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അവിടെ ഈ മോളിക്യൂൾസ് തമ്മിൽ കൈകോർത്ത് പിടിക്കുന്നത് പോലെ ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട്. ആ ഫോഴ്സിന് അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ കഴിയുന്നത് ഈ ജല തന്മാത്രകൾക്ക് ഐസിൽ ഊർജ്ജം കുറവാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇനി അതിന് പുറത്തുനിന്ന് കുറച്ച് ഊർജ്ജം കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ തന്മാത്രകൾക്ക് കുറച്ചുകൂടെ ഊർജ്ജം കൈവരും. അപ്പോൾ ഈ തന്മാത്രകൾ തമ്മിലുള്ള ഈ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് താരതമ്യേന ദുർബലമാവും. അപ്പോൾ തന്മാത്രകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ നീങ്ങാനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് കൈവരും. അപ്പോൾ ഈ തന്മാത്രകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം കൈവരും. അപ്പോഴാണ് ഐസിൻ്റെ ഈ ഡെഫിനിറ്റ് ഷേപ്പ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളവിടെ പറയുന്നത് സോളിഡ് ലിക്വിഡായിട്ട് പതിയെ മാറും. അങ്ങനെ സോളിഡ് ലിക്വിഡായിട്ട് മാറുന്നതിനെ നമ്മൾ പൊതുവെ മെൽറ്റിംഗ് എന്നാണ് വിളിക്കാറ്. അപ്പോൾ ഐസ് മെൽറ്റ് ചെയ്ത് വെള്ളം എന്ന് പറയുന്ന ലിക്വിഡ് വാട്ടറായിട്ട് മാറും. അപ്പോഴും ഈ തന്മാത്രകൾക്ക് നീങ്ങാൻ കഴിയുമെങ്കിലും നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐസ് കെട്ട് നമ്മൾ ഉരുക്കി ഒരു പാത്രത്തിൽ വെള്ളമായിട്ടിരിക്കുകയാണെന്ന് വെച്ചോളൂ, ആ വെള്ളം എന്ന് പറയുന്ന ആ മെറ്റീരിയൽ അതിൽ ഈ വെള്ളത്തിൻ്റെ തന്മാത്രകൾക്ക് അതിനുള്ളിൽ തന്നെ കഴിയണം. പക്ഷേ അവ തമ്മിലുള്ള ബലം വളരെ വീക്കായതുകൊണ്ട് ആ കണ്ടെയ്നർ അത് എന്തിലാണോ ഇരിക്കുന്നത് അതിൻ്റെ ഷേപ്പ് തന്നെ അതിന് കൈവരും. അതിൻ്റെ കാരണം അതിനെ ഗ്രാവിറ്റി താഴേക്ക് വലിക്കുന്നത് കൊണ്ട് ഈ കണ്ടെയ്നറാണ് അതിനെ തടഞ്ഞു നിർത്തുന്ന ഒരേ ഒരു വസ്തു. അപ്പോൾ ആ കണ്ടെയ്നറിൻ്റെ ഷേപ്പ് അതിന് കൈവരും. ഏറ്റവും മുകളിൽ അത് ഫ്ലാറ്റ് ആയിരിക്കും. അവിടെ ഗ്രാവിറ്റി മാത്രമാണ് അതിനെ പിടിച്ചു നിർത്തുന്ന ആ ബലം എന്ന് പറയുന്നത്. ഈ മോളിക്യൂൾസിന് ജല തന്മാത്രകൾക്ക് ആ മെറ്റീരിയലിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഇനി ഈ വെള്ളത്തെ നമ്മൾ തണുപ്പിക്കുന്നതായിട്ട് വിചാരിച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഊർജ്ജം എടുത്ത് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായിട്ട് ഊർജ്ജം വെള്ളത്തിൽ നിന്നും പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതുവരെ തന്മാത്രകൾക്ക് ഉണ്ടായിരുന്ന ഊർജ്ജം കുറയും. അപ്പോൾ തന്മാത്രകൾക്ക് ഊർജ്ജം കൂടുതലായിരുന്നത് കൊണ്ട് വീക്കായിരുന്ന ഈ തന്മാത്രകൾക്കിടയിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് പതിയെ കൂടുതൽ സ്ട്രോങ് ആവാൻ തുടങ്ങും. അപ്പോൾ ഈ മോളിക്യൂൾസ് പിന്നെയും പരസ്പരം ഒരു നെറ്റ്വർക്ക് പോലെ കൂടി ചേർന്ന് അത് പിന്നെ സോളിഡ് ഷേപ്പിലേക്ക് വരും. അപ്പോൾ നമ്മളതിനെ ഫ്രീസിങ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഇൻ ഫേസ് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ മാറ്റം ഉണ്ടാകുന്നത് ഈ ഊർജ്ജം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് വിട്ടുകൊണ്ടോ ആണ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ ലിക്വിഡ് വാട്ടറിനെ നമ്മൾ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? കൂടുതൽ ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ ഈ H2O മോളിക്യൂൾസിന് അത് ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ പരസ്പരം ഉണ്ടായിരുന്ന ആ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് കൂടി വീക്കാവാൻ തുടങ്ങും. കുറേ കഴിയുമ്പോൾ ഓരോ മോളിക്യൂൾസായിട്ട് ഇതിൽ നിന്നും വിട്ട് സ്വതന്ത്രമാകാൻ തുടങ്ങും. സ്വതന്ത്രമാകാന്നതിൻ്റെ അർത്ഥം തന്മാത്രകൾക്ക് മോളിക്യൂൾസിന് കൂടുതൽ ഊർജ്ജം കൈവരുന്നു. അങ്ങനെ അത് ഈ ലിക്വിഡ് സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകും. നമ്മളതിനെ ഇവാപ്പറേഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് വിളിക്കും. ഈ ഇവാപ്പറേഷനും വേപ്പറൈസേഷനും തമ്മിൽ ചെറിയ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഇതേ ചാനൽ കുറച്ച് കാലം മുമ്പ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇവിടെ ഈ അവസ്ഥാമാറ്റം സംഭവിക്കുമ്പോൾ അവിടെ നമ്മൾ ഈ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും തന്മാത്രകൾ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വാതകാവസ്ഥയിലേക്ക് മാറി എന്ന് പറയാം. അപ്പോൾ തന്മാത്രകൾ പരസ്പരമുള്ള ഈ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് വളരെ വളരെ വീക്കാവും. തന്മാത്രകൾക്ക് യഥേഷ്ടം പറന്ന് നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവയ്ക്കൊരു പ്രത്യേക ഷേപ്പില്ല, ഒരു കണ്ടെയ്നറിൽ അവിടെ നിർത്താൻ പറ്റില്ല. നമ്മളെ കണ്ടെയ്നറിൽ അതിനെ എൻക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടെയ്നറിനകത്ത് മുഴുവൻ ഈ ഗ്യാസ് അങ്ങ് പരക്കും. അതിനൊരു പ്രത്യേക സ്ഥലത്തേക്ക് ഇരുത്താൻ പറ്റില്ല, അതിനൊരു പ്രത്യേക ഡെൻസിറ്റി ഇല്ല. അതിന് അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ വോളിയം, മുഴുവൻ സ്പേസും ഈ ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യും. തന്മാത്രകൾ ഫ്രീ ആയിട്ട് പരസ്പരം വലിയ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നൊരവസ്ഥ വരും.
അപ്പോഴാണ് നമ്മളത് ഗ്യാസ് സ്റ്റേറ്റിലേക്കായി എന്ന് പറയുക. അപ്പോൾ നമ്മൾ തന്മാത്രകളുടെ ഊർജ്ജം നോക്കിക്കഴിഞ്ഞാൽ സോളിഡ്സിൽ അവയ്ക്ക് ഊർജ്ജം കുറവാണ്, ലിക്വിഡ്സിൽ കുറച്ചുകൂടി ഊർജ്ജമുണ്ട്. ഗ്യാസ് അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും ഊർജ്ജം കുറച്ചുകൂടി കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഈ ഗ്യാസിനെ നമുക്ക് ചിലപ്പോൾ തണുപ്പിച്ച് കണ്ടൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തണുപ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ഇലയുടെയൊക്കെ തുമ്പിൽ ഈ മഞ്ഞുതുള്ളി എന്ന് പറയുന്ന ആ ഡ്യൂ ഡ്രോപ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് ബാഷ്പം എന്ന് പറയുന്ന വേപ്പർ ഫോമിലുണ്ടായിരുന്ന വെള്ളം ടെമ്പറേച്ചർ താഴുമ്പോൾ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നതാണ്. അങ്ങനെ ഉണ്ടെന്ന് അവിടെ ഉണ്ടാകുന്നത് ഒരു ഫേസ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇത് മൂന്നും പാർട്ടിക്കിൾസിൻ്റെ 3 ലെവൽ എനർജിയും അവ തമ്മിലുള്ള ഇൻ്റർമോളിക്കുലർ ഫോഴ്സസിൻ്റെ 3 തരം ഫ്രീഡം ലെവലുമാണ് തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞു. ഇനി ഈ ഗ്യാസിനെ നമ്മൾ പിന്നെയും ചൂടാക്കുമെന്ന് വിചാരിച്ചോളൂ. ഗ്യാസിലേക്ക് അപ്പോൾ തന്നെ തന്മാത്രകൾ പരസ്പരം വലിയ ബന്ധമൊന്നും ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. അവർക്ക് കൂടുതൽ എനർജി കിട്ടുന്നു. അത് ചെറിയ എനർജി ഒന്നും പോരാ, അത്യധികം ഉയർന്ന ഊർജം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം ഈ തന്മാത്രകളിലെയും ആറ്റങ്ങളിലെയൊക്കെ ഇലക്ട്രോൺസ് ഇതിൽ നിന്നും വിട്ടുപോകാൻ തുടങ്ങും. അപ്പോൾ ഇലക്ട്രോൺസ് വിട്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണികകൾക്ക് ചാർജ് കൈവരും. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസും ചാർജുള്ള അയോൺസുമായിട്ട് മാറും. അപ്പോൾ അത് ഗ്യാസ് തന്നെയാണ്, കാരണം പരസ്പരം വലിയ ബന്ധമൊന്നുമില്ലാത്ത തന്മാത്രകളാകുമ്പോൾ പിന്നെ ഗ്യാസിൻ്റെ സ്വഭാവം തന്നെ എനിക്ക് കാണിക്കുക. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ സ്വഭാവം ഈ ഗ്യാസിന് കൈവരും, അത് ചാർജാണ്. അപ്പോൾ ചാർജുള്ള ഗ്യാസാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ദ്രവ്യത്തിൻ്റെ ഭൂരിഭാഗവും നിൽക്കുന്നത് പ്ലാസ്മ സ്റ്റേറ്റിലാണ്. അത് അടിസ്ഥാനപരമായിട്ട് സ്റ്റാഴ്സിലാണ്. അതായത് ഈ നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് വിളിക്കുന്ന വലിയ ഗ്യാസ് ബോളുകൾ അടിസ്ഥാനപരമായി വലിയ ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവയുടെ ഉപരിതലത്തിൽ തന്നെ 1000, 6000, 7000 ഡിഗ്രി താപനില സൂര്യന് തന്നെയുണ്ട്. അതിനേക്കാൾ താപനില കൂടിയ മറ്റ് നക്ഷത്രങ്ങളുണ്ട്. ഇതിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകുമ്പോൾ, നക്ഷത്രത്തിൻ്റെ കോർ എന്ന് പറയുന്നത് അതിൻ്റെ കേന്ദ്രഭാഗത്തേക്ക് പോകുമ്പോൾ കോടിക്കണക്കിന് ഡിഗ്രിയാണ് അതിൻ്റെ താപനില. അപ്പോൾ അത്രയും ഉയർന്ന താപനിലയിൽ ഗ്യാസായിട്ട് തന്നെ നിൽക്കാൻ പറ്റില്ല. ആറ്റങ്ങളിൽ ഈ ഇലക്ട്രോൺസ് അങ്ങ് പറഞ്ഞു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവ ചാർജ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് നിൽക്കുക. അതാണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളിലാണ് ഭൂരിഭാഗം ദ്രവ്യവും പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ മെറ്റീരിയലിൻ്റെ ഭൂരിഭാഗവും പ്ലാസ്മ സ്റ്റേറ്റിലാണ്. നമുക്ക് പരിചയമുള്ള പ്ലാസ്മ എന്ന് പറയുന്നത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ കാണുന്ന ആ ലൈറ്റിൻ്റെ ഒരു സ്ട്രീക്ക് നമ്മൾ കാണാറുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് അത്യധികം ഉയർന്ന താപനിലയിലേക്ക് ആ ഗ്യാസ് ചുട്ടുപഴുക്കുമ്പോൾ അത് അയോണൈസ് ചെയ്യപ്പെട്ട് ഉണ്ടാകുന്ന പ്ലാസ്മ തന്നെയാണ്. പിന്നെ നല്ല ടെമ്പറേച്ചറുള്ള ഫ്ലെയിം, തീജ്വാലയുടെ സെൻറ്ററിലൊക്കെ പ്ലാസ്മ സ്റ്റേറ്റിൽ മെറ്റീരിയൽ കാണാൻ സാധിക്കും. അല്ലാതെ അത്രയും ഹൈ ടെമ്പറേച്ചർ നമുക്ക് പരിചയമുള്ളതല്ലാത്തതുകൊണ്ട് പ്ലാസ്മ സ്റ്റേറ്റ് ഡെയിലി ലൈഫിൽ നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. അത്രയും താപനിലയിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കൊന്നും സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കത് അപരിചിതത്വമുള്ളതായിട്ട് തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ ഈ 4 സ്റ്റേറ്റുകളാണ് ഒരുപക്ഷെ സ്കൂളിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന ആ ദ്രവ്യത്തിൻ്റെ 4 അവസ്ഥകൾ. അപ്പോൾ എന്താണ് ഈ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ഫെർമി കണ്ടൻസേറ്റ് എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ? അത് കുറച്ചുകൂടി വിചിത്രമായിട്ടുള്ള ദ്രവ്യാവസ്ഥകളാണ്. ഇതിൽ ഭൂരിഭാഗവും മനുഷ്യൻ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇവിടെ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചില തത്വങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ട് വരും. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അതിസൂക്ഷ്മതലത്തിൽ കണികകൾക്ക് തരംഗ സ്വഭാവം, വേവ് നേച്ചർ കൈവരും. അതെങ്ങനെയാണെന്നുള്ള വിശദീകരണത്തിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. ഈ വേവ് നേച്ചർ എന്ന് പറയുന്നത് ഈ കണികകൾ ഒരു സ്ഥലത്ത് കാണപ്പെടാനുള്ള സാധ്യത സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുന്നതാണ്. അതായത് കണിക ഇന്ന സ്ഥലത്താണെന്ന് നമുക്ക് പിൻ പോയിന്റ് ചെയ്യാൻ കഴിയാതെ വരും. ആ ഒരു പ്രത്യേക റീജിയൻ, ഒരു പ്രത്യേക പ്രദേശത്ത് ഇങ്ങനെ പടർന്നു കിടക്കുന്നതിന് തുല്യമായിട്ടുള്ളൊരു പെരുമാറ്റമായിരിക്കും ഉണ്ടാവുക. ഇത് സാധാരണ ദ്രവ്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വെള്ളത്തിൽ H2Oയിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഓക്സിജൻ ആറ്റവും ഉണ്ട്. ഈ ഓക്സിജൻ ആറ്റത്തിലാണ് ഇലക്ട്രോൺസ് എവിടെയാണ്, അതിൻ്റെ ന്യൂക്ലിയസ് എവിടെയാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഓരോ ഇലക്ട്രോണിനും, ഓരോ അടിസ്ഥാന കണത്തിനും അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് നമ്മുടെ നോർമൽ ദ്രവ്യത്തിൽ. പക്ഷേ ഇവയെ തണുപ്പിച്ച് വളരെ വളരെ താഴ്ന്ന അബ്സല്യൂട്ട് സീറോ അല്ലെങ്കിൽ കേവല 0 എന്ന് പറയുന്ന താപനിലയോട് അടുപ്പിച്ചൊക്കെ എത്തുമ്പോൾ സംഭവിക്കുന്നത് ഈ കണികകളുടെ എല്ലാം ഊർജ്ജം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അവയെല്ലാം സ്ലോ ഡൗൺ ചെയ്യപ്പെടും. അപ്പോൾ അത് അവയുടെ ചലനം വളരെ വളരെ പതിയാവും. അവയുടെ ചലനം പതിയാകുമ്പോൾ അവയുടെ സ്വഭാവത്തിൽ മാറ്റം വരും. കാരണം അവ ഒരു പ്രദേശത്ത് കാണപ്പെടാനുള്ള സാധ്യത കുറയും. 2 കണികകളെ പരസ്പരം വേർതിരിച്ച് അറിയാൻ കഴിയാത്ത അവസ്ഥ വരും. അതിനെ സാങ്കേതിക ഭാഷയിൽ ഇൻഡിസ്റ്റിങ്വിഷബിലിറ്റി എന്നാണ് പറയാറ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ ഇലക്ട്രോണുകളാണ് എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ആറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓരോ ആറ്റത്തിനും ഓരോ ഐഡൻറ്റിറ്റി എന്നതിന് പകരം ഈ ആറ്റങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരൊറ്റ വസ്തുവായിട്ട് മാറും.
അതൊരു ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ളൊരു അവസ്ഥയാണ്. ഈ വസ്തുക്കളുടെ എല്ലാം അവസ്ഥകൾ പരസ്പരം ചേർന്ന് സൂപ്പർ പൊസിഷനിലായി ഇതൊരു ഒറ്റ എൻറ്റിറ്റി ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അവിടെ എത്തുമ്പോൾ അതുവരെയുള്ള നോർമൽ ദ്രവ്യത്തിന് തീരെ പരിചയമില്ലാതിരുന്ന ചില ഗുണങ്ങൾ അതിന് കൈവരും. അപ്പോൾ അത്യധികം താഴ്ന്ന താപനിലയിൽ ഈ പദാർത്ഥത്തിലെ എല്ലാ കണികകളും ഒരേ അവസ്ഥയിലേക്ക് വരികയും അവയ്ക്ക് ഓരോരോ കണികയുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു ആൾക്കൂട്ടത്തിൻ്റെ കാര്യം പറയുന്ന പോലെ, ആൾക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഓരോ ആളിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട് ആൾക്കൂട്ടം ഒരു ഒഴുകുന്ന ഒറ്റ വസ്തുവായിട്ട് മാറുന്നത് പോലെ ഇത് ഒരൊറ്റ ക്വാണ്ടം അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിന് കുറേ പുതിയ ഗുണങ്ങൾ കൈവരും. അങ്ങനെ വരാവുന്ന ഒരു പുതിയ ഗുണമാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി. അതായത് അതൊരു ദ്രാവകമായിട്ട് ഒഴുകുമ്പോൾ അതിന് ഈ സാധാരണഗതിയിൽ ഒരു വെള്ളമോ എണ്ണയൊക്കെ ഒഴുകുമ്പോൾ നമുക്കറിയാം അതിലൊരു റെസിസ്റ്റൻസ് അതിൻ്റെ ഉള്ളിൽ നിന്നും ഫീൽ ചെയ്യും. ആ ഒഴുക്കിന് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്ര എളുപ്പത്തിൽ എണ്ണയ്ക്ക് ഒഴുകാൻ പറ്റില്ല. അവിടെ വ്യത്യാസം വരുന്നത് വിസ്കോസിറ്റി എന്ന് പറയുന്ന ഒരു ഗുണമാണ്. വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഈ ഒഴുകുന്ന ദ്രാവകത്തിലെ പാലുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന ഒരു ഫ്രിക്ഷനാണ്. അപ്പോൾ അത് കാരണം എല്ലാ ദ്രാവകത്തിനും ഒഴുകാനൊരു ചെറിയ റെസിസ്റ്റൻസ് അകത്തുനിന്നും ഉണ്ടാവും. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടൻസ്ഡ് അവസ്ഥകളിലേക്ക് എത്തുമ്പോൾ ഈ ഒഴുകാനുള്ള ആ തടസ്സം ഇല്ലാതാകും. അപ്പോൾ അവരുന്നതാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സാധനത്തിനെ നമുക്ക് ആ പാത്രത്തിൽ വയ്ക്കാൻ പറ്റാതെ വരും. അത് പാത്രത്തിൻ്റെ വക്കുകൾ കൂടെ മുകളിലേക്ക് ഒഴുകാൻ തുടങ്ങും. അങ്ങനെയാണ് അവയുടെ സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സ്വഭാവത്തിലേക്ക് അത് മാറുന്നത്. അപ്പോൾ ഈ കണ്ടൻസ്ഡ് സ്റ്റേറ്റിൽ ഇതിൽ ഈ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേകതരം കണികകൾ, ആ കണികകളുടെ സാങ്കേതിക വിദ്യയിലേക്ക് നമുക്ക് പോകുന്നില്ല. ഈ കണികകളുടെ സ്പിൻ എന്ന് പറയുന്ന അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവയെ നമ്മൾ ബോസോണുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ബോസോണുകൾ എന്ന് വിളിക്കുന്ന കണികകളാണെന്നുണ്ടെങ്കിൽ അവ കണ്ടൻസ്ഡ് അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അവയെ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ബോസോണുകൾ പോലെ ഫെർമിയോണുകൾ എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി കണികകളുണ്ട്. ഇപ്പോൾ ഇലക്ട്രോൺസ് എന്നൊക്കെ പറയുന്നത് ഫെർമിയോണുകളാണ്. അവയ്ക്കും ഈ രണ്ട് ഇലക്ട്രോണുകളുടെ ഒരു ജോഡിയായിട്ട് പിന്നെ പെരുമാറാൻ തുടങ്ങും. അപ്പോൾ അവയെ നമ്മൾ ഫെർമി കണ്ടൻസേറ്റ് എന്ന് വിളിക്കാം. ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് വളരെ 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 താഴ്ന്ന താപനിലയിൽ മാത്രം സാധിച്ചെടുക്കാവുന്ന എക്സോട്ടിക് എന്ന് വിളിക്കാവുന്ന ദ്രവ്യ അവസ്ഥകളാണ്. ഇത് നമുക്ക് ഒരുപാട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥയിലേക്ക് എത്തുന്ന മെറ്റീരിയൽസ് പുറത്തു നിന്നുള്ള ചെറിയ ബലങ്ങൾക്ക് പോലും ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അവയുടെ മെഷർമെൻറ്റിനൊക്കെ വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള തലത്തിലുള്ള മെഷർമെൻറ്റുകൾക്ക് നമുക്ക് ഈ സ്റ്റേറ്റിലുള്ള ദ്രവ്യത്തെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് കണികാ പരീക്ഷണശാലകൾക്കുള്ളിലോ അല്ലെങ്കിൽ നമ്മൾ ലൈഗോ എന്ന് പറയുന്ന ഈ ഗ്രാവിറ്റേഷണൽ തരംഗങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പരീക്ഷണശാലകളിലോ, പിന്നെ ഈ അറ്റോമിക് ക്ലോക്ക് എന്ന് പറയുന്ന വളരെ വളരെ പ്രിസിഷൻ ടൈമിങ് സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അറ്റോമിക് ക്ലോക്കുകളിലോ ഒക്കെ നമുക്ക് ഈ അവസ്ഥയിലുള്ള ദ്രവ്യത്തെ ഉപയോഗിക്കാൻ പറ്റും. പ്രകൃതിയിലെങ്ങും നാച്ചുറലായിട്ട് ഈ അവസ്ഥയിൽ മെറ്റീരിയൽ കാണപ്പെടുന്നതായിട്ട് നമുക്ക് നിലവിൽ തെളിവുകളൊന്നും തന്നെ ഇല്ല. ഈ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥയിലുള്ള ചില ഭാഗങ്ങൾ, ഇപ്പോൾ ന്യൂട്രോൺ സ്റ്റാറുകൾ എന്നൊക്കെ വിളിക്കുന്ന വളരെ വലിയ നക്ഷത്രങ്ങൾ മരിച്ചു പോയ ശേഷം അവയുടെ ന്യൂക്ലിയർ റിയാക്ഷൻ തീർന്നു പോയതിനു ശേഷം അവ എത്തുന്ന ഒരു അവസ്ഥയാണ്. ബ്ലാക്ക് ഹോളുകളും ന്യൂട്രോൺ സ്റ്റാറുകളൊക്കെ സമാനമായിട്ടുള്ള അവസ്ഥകളാണ്. ഈ ന്യൂട്രോൺ സ്റ്റാറുകളുടെയൊക്കെ ഉള്ളിൽ ഈ അവസ്ഥയിലുള്ള മെറ്റീരിയൽ ഉണ്ടാകാം എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. നമ്മളിതുവരെ കണ്ടെത്തിയിട്ടില്ല. നമുക്കറിയാവുന്ന ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റും ഫെർമി കണ്ടൻസേറ്റും ഒക്കെ മനുഷ്യൻ കൃത്രിമമായിട്ട് വളരെ താഴ്ന്ന താപനില അറ്റൈൻ ചെയ്തുകൊണ്ട് സൃഷ്ടിച്ചെടുത്തതാണ്. ഇതിന് പുറമെ റിഡ്ബർഗ് മാറ്റർ എന്നൊക്കെ പറയുന്ന മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്ന അവസ്ഥകളുണ്ട്. ഇതെല്ലാം നമ്മൾ അത്യധികം ഉയർന്ന ഊർജ്ജ നിലയിലോ അല്ലെങ്കിൽ അത്യധികം താഴ്ന്ന ഊർജ്ജ നിലയിലോ ഒക്കെ എക്സോട്ടിക് ആയിട്ട് കാണും. നമ്മുടെ ഡെയിലി ലൈഫ് എക്സ്പീരിയൻസിലൊന്നും നമുക്ക് ഒരിക്കലും എൻകൗണ്ടർ ചെയ്യാൻ കഴിയാത്ത ദ്രവ്യ അവസ്ഥകളാണ്. അപ്പോൾ അവയുടെ സാങ്കേതിക വിദ്യകളെല്ലാം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ചെറിയ ടെക്നിക്കൽ വ്യത്യാസങ്ങളാണ് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഇവിടെ പോകേണ്ടതില്ല. നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദ്രവ്യം ഈ ലോകത്ത് കാണപ്പെടുന്നത് വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളാണ് എന്ന് പറയുമ്പോഴും ഭൂരിഭാഗവും സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ എന്നിങ്ങനെ 4 അവസ്ഥയിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ദ്രവ്യവും കാണപ്പെടുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ്. നമുക്ക് പരിചയമുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്ന് പറയുന്നത് ആ തന്മാത്രകൾക്ക് എത്രത്തോളം അല്ലെങ്കിൽ അവയെ നിർമ്മിക്കാൻ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന കണികകൾക്ക് എത്രത്തോളം ഊർജ്ജമുണ്ട്, അവ പരസ്പരം എത്രത്തോളം ബലത്തോടു കൂടി ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ചെലുത്തുന്നുണ്ട്, ഇതിനനുസരിച്ചിട്ടാണ് അവയുടെ അവസ്ഥ വ്യത്യാസം ഉണ്ടാകുന്നത്. ബാക്കി വരുന്ന ഫെർമി കണ്ടൻസേറ്റ്, റിഡ്ബർഗ് മാറ്റർ, അതുപോലെ ബോസ് ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ക്വാർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്നൊക്കെ പറയുന്ന മാറ്ററുകളെല്ലാം തന്നെ വളരെ 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 സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ ദ്രവ്യം കാണപ്പെടുന്ന എക്സോട്ടിക് അവസ്ഥകളാണ്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.